കൊച്ചിയിലെ മുഖ്യമന്ത്രി ചർച്ചകൾക്കിടെ പോഡ്കാസ്റ്റുമായി രമേശ് ചെന്നിത്തല. കേരള യാത്ര എന്ന പേരിലാണ് പോഡ്കാസ്റ്റ്. കേരളത്തിന്റെ വികസനം ചർച്ച ചെയ്യാനാണ് പുതിയ പോഡ്കാസ്റ്റ് എന്ന് ചെന്നിത്തല പറയുന്നു. നമസ്കാരം, ഞാൻ രമേശ് ചെന്നിത്തല. എല്ലാവരെയും ഞാൻ കേരള യാത്രയിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇത് രാഷ്ട്രീയ പ്രസ്താവനകളും വിവാദങ്ങളും മുൻനിർത്തിയുള്ള ഒരു യാത്രയല്ല. രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയുമല്ല. കേരളത്തെക്കുറിച്ച്, നമ്മുടെ നാടിൻ്റെ വികസനത്തെക്കുറിച്ച് എൻ്റെയും നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെയും സ്വപ്നങ്ങൾ നിങ്ങളോടൊപ്പം പങ്കുവെക്കാനാണ് ഈ യാത്ര. കേരള യാത്ര എന്ന ഈ പോഡ്കാസ്റ്റ് 4 പതിറ്റാണ്ടത്തെ പൊതുപ്രവർത്തനത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ എൻ്റെ കാഴ്ചപ്പാടുകളാണ്. രമേശ് ചെന്നിത്തലയുടെ കേരള യാത്ര പോഡ്കാസ്റ്റ് ആരംഭിക്കുകയാണ്. സുനിൽ ഐസക്കാണ് വിവരങ്ങൾ നൽകാനുള്ള. സുനിൽ ഐസക്ക്, ഇതിന്റെ ടീസർ വന്നപ്പോൾ, കേരള യാത്രയുമായി രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞ് ടീസർ വന്നപ്പോൾ എല്ലാവരും കരുതി വീണ്ടും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരു യാത്ര നടത്താനാണ് രമേശ് ചെന്നിത്തല ഉദ്ദേശിക്കുന്നത് എന്നാണ് ആദ്യം കരുതിയത്. പക്ഷേ ഇപ്പോഴത് ഒരു പോഡ്കാസ്റ്റായി പുറത്തു വരികയാണ്. എന്താണ് രമേശ് ചെന്നിത്തല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നൗഫൽ, പരസ്യ ചർച്ചകൾക്ക് കോൺഗ്രസിൽ വിലക്കുണ്ടെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യമിട്ടുള്ള പ്രതിച്ഛായ നിർമ്മാണത്തിലാണ് കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ. പ്രധാനമായും അത് കെ.സി. വേണുഗോപാലും രമേശ് ചെന്നിത്തലയും വി.ഡി. സതീശനുമാണ് ഇത്തരം പ്രതിച്ഛായ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കണ്ടിരുന്നു, കെ.സി. വേണുഗോപാലിനെ കുറിച്ച് ഡോക്യുമെന്ററി വരുന്നു, അത് അണിയറയിലാണ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഇന്നലെ രമേശ് ചെന്നിത്തലയുടെ ഒരു ഡോക്യുമെന്ററി പുറത്തു വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതായത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതമൊക്കെ പരാമർശിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു ഡോക്യുമെന്ററിയാണ് പുറത്തു വരുന്നത്. നമുക്കറിയാം, ഈ ചർച്ചകൾ വി.ഡി. സതീശനാണോ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരേണ്ടത്, അതെയോ കെ.സി. വേണുഗോപാലാണോ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരേണ്ടത് എന്നുള്ള ചർച്ചകൾ ഇങ്ങനെ കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത് നിശബ്ദനായിരുന്നു രമേശ് ചെന്നിത്തല. പക്ഷേ കഴിഞ്ഞ ഒരാഴ്ചയായി നമ്മൾ കാണുന്നത് ഇവരെയൊക്കെ കടത്തിവെട്ടുന്ന തരത്തിലുള്ള ഒരു സ്വയം പ്രതിച്ഛായ നിർമ്മിതിയിലേക്ക് രമേശ് ചെന്നിത്തലയും മാറുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഒരു ഭാഗത്ത് പുസ്തക പ്രകാശനം നടക്കുന്നു, പല നേതാക്കളുടെയും കേന്ദ്രീകരിച്ചുകൊണ്ട്. മറുഭാഗത്ത് ഡോക്യുമെന്ററികൾ വരുന്നു, മറുഭാഗത്ത് ഇത്തരം ട്രീസറുകൾ വരുന്നു. അങ്ങനെ പല തരത്തിലുള്ള പ്രതിച്ഛായ നിർമ്മിതികളാണ്. അതായത് താൻ കൊള്ളാം, താൻ മുഖ്യമന്ത്രി ആവാൻ കൊള്ളാമെന്ന് സ്വയം സാക്ഷ്യപ്പെടുത്താനുള്ള ഒരു ശ്രമമായിട്ട് വേണം നമുക്കിതിനെയൊക്കെ കണക്കാക്കാൻ. എന്തായാലും നമ്മൾ ഇന്നലെ തന്നെ വാർത്ത കൊടുത്തിരുന്നു. അതായത് കെ.സി. വേണുഗോപാലിന്റെ ഡോക്യുമെന്ററി പുറത്തിറങ്ങാൻ വേണ്ടി പോകുന്നു, മറ്റ് രമേശ് ചെന്നിത്തലയുടെ ഡോക്യുമെന്ററി പുറത്തിറങ്ങിയിരിക്കുന്നു. അതിനിടെ വി.ഡി. സതീശന്റെ നിയമസഭാ പ്രസംഗങ്ങൾ ഉടൻ DC ബുക്സ് പുറത്തിറക്കുന്നു. കെ.സി. വേണുഗോപാലിന്റെ പ്രസംഗങ്ങൾ കറണ്ട് ബുക്സ് ഉടനെ പുറത്തിറക്കാൻ വേണ്ടി പോകുന്നു. അങ്ങനെ വലിയ തോതിലുള്ള പ്രവർത്തനങ്ങളാണ് പല ഇടങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല പോഡ്കാസ്റ്റുമായി വരുന്നത്. കേരള യാത്ര എന്നാണ് ഈ പോഡ്കാസ്റ്റ് പേരിട്ടിരിക്കുന്നത്. നൗഫൽ പറഞ്ഞ പോലെ സാധാരണഗതിയിൽ ഒരു കേരള യാത്ര എന്ന് പറയുമ്പോൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഒരു യാത്രയാണ് നമ്മുടെ മനസ്സിലുണ്ടാവുക. സാധാരണ തെരഞ്ഞെടുപ്പിനൊക്കെ മുമ്പാണ് പ്രധാനപ്പെട്ട നേതാക്കൾ ഇത്തരം യാത്ര നടത്തുന്നത്. എന്നാൽ ഇത് അങ്ങനെയല്ല. പേര് കേരള യാത്ര എന്നാണെങ്കിലും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളുടെ വികസനമാണ് ഈ പോഡ്കാസ്റ്റിലൂടെ താൻ ചർച്ച ചെയ്യുന്നതെന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. 40 വർഷക്കാലം കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച് പരിചയമുള്ള ഒരാളെന്ന നിലയ്ക്ക് കേരളത്തിന്റെ സമഗ്രമായ വികസനം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു ഘട്ടമാണ്. അതുകൊണ്ട് ആ ചർച്ചകളിലേക്കാണ് താൻ പോകുന്നത്. അതിലെല്ലാവരെയും അദ്ദേഹം ക്ഷണിക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകൾക്ക് ഈ ചർച്ചയിൽ പങ്കെടുക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിന്റെ വികസന മുരടിപ്പ് കൂടി ഇതിനൊപ്പം ചർച്ച ചെയ്തു പോകണം എന്നും രമേശ് ചെന്നിത്തല അതിൽ പറയുന്നുണ്ട്. എന്തായാലും അത് ചർച്ച ചെയ്ത് തുടങ്ങുന്ന സമയമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം 4-ാം തീയതി തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുമ്പാണ് ഇത്തരത്തിൽ കേരളത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് രമേശ് ചെന്നിത്തല തിരിയുന്നത് എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് താൻ കൊള്ളാവുന്ന ഒരു ഭരണാധികാരിയാണ് എന്ന് ഒന്ന് ഉറപ്പിച്ചെടുക്കുക എന്നതാണ് ഇപ്പോൾ എല്ലാ നേതാക്കന്മാരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് വേണം നമുക്ക് ഈ രമേശ് ചെന്നിത്തലയുടെ പോഡ്കാസ്റ്റിനെയും വിലയിരുത്താൻ. എന്തായാലും ഇതിൽ വലിയൊരു അതൃപ്തി പല ഭാഗങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട് എന്ന് പറയാതിരിക്കാനാവില്ല. പ്രത്യേകിച്ച് ലീഗ് പോലുള്ള ഘടകകക്ഷികൾ ഇത്തരം ചർച്ചകളിൽ അസ്വസ്ഥരാണ്. മാത്രമല്ല, കോൺഗ്രസിൽ കെ മുരളീധരനെ പോലുള്ള നേതാക്കൾ അവരൊക്കെ അനാവശ്യമായി നടത്തുന്ന ഇത്തരം ചർച്ചകൾ അവസാനിപ്പിക്കേണ്ടതാണ് എന്ന നിലപാടുള്ള ആളുകളാണ്. മാത്രമല്ല, ഇത് ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്ന നിലയിലേക്ക് തരം താഴ്ന്നു പോകുന്നുണ്ട് ഇത്തരം ചർച്ചകൾ എന്നൊക്കെയാണ് മുരളീധരനെ പോലുള്ള ആളുകളുടെ വ്യക്തിപരമായും അദ്ദേഹം അത് പുറത്ത് തുറന്നു പറയുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊന്നും കണക്കിലെടുക്കാതെയാണ് നേതാക്കളുടെ ഇത്തരം സ്വയം പ്രഖ്യാപിത പ്രതിച്ഛായ നിർമ്മാണങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നത്. നോക്കൂ, ഇപ്പോൾ കെ.സി. വേണുഗോപാലിലേക്ക് വന്നാൽ, കെ.സി. വേണുഗോപാൽ പക്ഷേ
ഇന്നും മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഈ ചർച്ചകളിലൊന്നും തനിക്ക് താല്പര്യമില്ലെന്ന് പറയുമ്പോഴും താൻ മുഖ്യമന്ത്രിയാകാനില്ല എന്നൊരു വാക്ക് പറഞ്ഞാൽ അവസാനിക്കുന്ന ചർച്ചകൾ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ടുള്ളൂ. പക്ഷേ അദ്ദേഹം അത് പറയാൻ തയ്യാറാവുന്നില്ല. ഒരു ഘട്ടത്തിലും അദ്ദേഹം മുഖ്യമന്ത്രി ആകാനില്ല എന്ന് പറയുന്നില്ല, മത്സരിക്കാനില്ല എന്ന് മാത്രമാണ് ഇതുവരെ കെ സി വേണുഗോപാൽ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോ അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കാണുമ്പോഴും അദ്ദേഹം പറയുന്നത് ചർച്ചകളൊക്കെ നടക്കട്ടെ, ചർച്ചകളിൽ താല്പര്യമുള്ള ആളുകൾ ചർച്ച നടത്തട്ടെ എന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ നിലപാട്. അദ്ദേഹവും പക്ഷേ ഇല്ല, ഞാൻ അങ്ങോട്ടേക്കില്ല, ആ കസേര ഞാൻ നോക്കുന്നില്ല എന്ന് പറയാനുള്ള ഒരു നിലപാട് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. ഇപ്പോൾ അജിത് അറയിലിനെ പോലുള്ള നേതാക്കൾ രമേശ് ചെന്നിത്തലയ്ക്കൊക്കെ പിന്തുണ പ്രഖ്യാപിച്ച് പരസ്യമായി രംഗത്തെത്തുന്ന കാഴ്ച കൂടി നമ്മൾ കണ്ടു. അതായത് പേര് പറയുന്നില്ലെങ്കിൽ കൂടിയും സമര പോരാട്ടങ്ങളിലൂടെ വന്ന ജയിൽവാസമൊക്കെ അനുഭവിച്ചിട്ടുള്ള നേതാക്കളുണ്ട്. അത്തരം നേതാക്കൾ ആണ് മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ എന്ന് പറഞ്ഞ് രമേശ് ചെന്നിത്തലയ്ക്ക് അദ്ദേഹം പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാവുന്നുണ്ട്. എന്തായാലും അനിതര സാധാരണമായ ഒരു സാഹചര്യമാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഉണ്ടാവുന്നതെന്ന് പറയാതിരിക്കാനാവില്ല. മുഖ്യമന്ത്രി അധികാരത്തിൽ വരുമോ എന്ന് പോലും കൃത്യമായി ഒരു ഉറപ്പിലേക്ക് പറയാൻ പറ്റുന്നില്ല. പക്ഷേ 4-ാം തീയതി പെട്ടി തുറന്നാലേ നമുക്ക് അക്കാര്യത്തിൽ ഒരു ഉറപ്പൊക്കെ പറയാൻ പറ്റൂ. പക്ഷെ അതിനു മുമ്പ് തന്നെ അധികാരം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് 3 പ്രധാനപ്പെട്ട നേതാക്കൾ മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തുന്ന നീക്കങ്ങൾ എന്ന് വേണം നമുക്കിതിനെ പറയാൻ. ഒരുപക്ഷെ ഒരു പരിധിവരെ അതിൽ നിന്ന് മാറി നിൽക്കുന്ന അല്ലെങ്കിൽ അത്ര സജീവമായ ചർച്ചകളിലേക്ക് വരാത്തത് വി ഡി സതീശനാണെന്ന് വേണം നമുക്ക് പറയാൻ. കാരണം വി ഡി സതീശന്റെ അനുയായികൾ ഒരു ഭാഗത്ത് ഇത്തരത്തിൽ ചില പ്രചാരണങ്ങളൊക്കെ നടത്തുമ്പോഴും വി ഡി സതീശൻ നേരിട്ട് ഇത്തരം ഒരു കാര്യത്തിന് മൂവ് ചെയ്യുന്നില്ല. പകരം പക്ഷേ കെ സി വേണുഗോപാലും ചെന്നിത്തലയും ഇതിൽ സജീവമായി അവർ തന്നെ നേതൃത്വം നൽകുന്നു. അവരുടെ അണികൾ തന്നെ അതിനുവേണ്ടി വലിയ തോതിൽ പണിയെടുക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.